നിലപാട്. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നു, ശബരിമലയിൽ ആയിരക്കണക്കിന് പോലീസിന്റെ അകമ്പടിയോടുകൂടി യുവതികളെ കയറ്റാൻ ശ്രമിച്ച പിണറായി വിജയനോട് ഞങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഒരു സുന്നി പള്ളിയില് ഒരു 2-3 സുമയ്യമാരെയും സുജയ്യമാരെയും കയറ്റാൻ എന്തുകൊണ്ടാണ് തയ്യാറാകാതിരുന്നത്? ഈ കുതിരകയറ്റവും ഈ നവോത്ഥാനവും ഹിന്ദു സമൂഹത്തോട് മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ? ഹിന്ദു സമൂഹം 2ാം തരം പൗരന്മാരാണോ ഈ പിണറായി വിജയൻ ഭരിക്കുന്ന വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള കേരളത്തിൽ? ഏതെങ്കിലും സുന്നി പള്ളിയില് ഒരു 3 ഏതെങ്കിലും ഈ രഹന ഫാത്തിമയെയോ ഒരു സുരയ്യയെയോ കയറ്റാൻ പിണറായി വിജയൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക? കേരളത്തിൽ എന്ത് സംഭവിക്കും? പിണറായി വിജയൻ ഇവരുടെ ആസ്ഥാനത്ത് പോയിട്ട് സാഷ്ടാംഗം പ്രണമിക്കുമായിരുന്നു. പക്ഷേ പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മറക്കാൻ പാടില്ല. ഇത് കേരളത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ സത്യവാങ്മൂലം, പുതിയ സത്യവാങ്മൂലം കൊടുക്കണം. ഇതുവരെ സംസ്ഥാന സർക്കാർ CPM പ്രതികരിച്ചിട്ടില്ല. അവർ പറഞ്ഞു ഇനി സമയമുണ്ടല്ലേ എന്ന്. ചില തീരുമാനം വളരെ വളരെ വൈകിട്ട് എടുക്കും, ചില തീരുമാനം മണിക്കൂറുകളൊക്കെ എടുക്കും. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ 6 മണിക്കൂർ കൊണ്ട് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്നറിയോ? മദ്യം കുടിക്കാൻ 2 മണിക്കൂർ നീട്ടിക്കൊടുത്തു. 6 മണിക്കൂർ കൊണ്ടാണ് തീരുമാനിച്ചത്. ശബരിമലയുടെ കാര്യത്തിൽ തീരുമാനം വന്നിട്ടില്ല. ഇവിടെ വികസനത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവില്ല, വിശ്വാസത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവില്ല, വിശപ്പിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകില്ല. വികസനവും വിശ്വാസവും വിശപ്പും ഈ സർക്കാരിന് ബാധകമല്ല. ആ തീരുമാനം വൈകിയ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ വിഷയത്തിൽ അവർക്ക് താല്പര്യമില്ല. മറിച്ച് മദ്യം കുടിക്കാൻ, കള്ളു കുടിക്കാൻ 2 മണിക്കൂർ നീട്ടിക്കൊടുത്തു. എന്തൊരു ഉദാരമായ നിലപാടാ! ഇപ്പൊ എത്രയാ കിട്ടിയെന്നറിയോ? ഈ ഒറ്റ തീരുമാനത്തിലൂടെ കോൺഗ്രസ് CPM-നും പ്രതിപക്ഷമായ കോൺഗ്രസിനും BJP ആരോപിക്കുന്നു, മദ്യ മുതലാളിമാരിൽ നിന്ന്, ബാർ മുതലാളിമാരിൽ നിന്ന് 200 കോടി രൂപയാണ് ഈ കുറുവ സംഘം കൈപ്പറ്റിയത്. ഇക്കാര്യത്തിലൊക്കെ ഒന്നാ. ഏത് ഇമാതിരി പരിപാടിക്ക് MP രാജേഷ്, മദ്യം വെക്കുന്ന മന്ത്രിയായിട്ടുള്ള MP രാജേഷ് പറഞ്ഞു, വി.ഡി. സതീശനോട് കൂടുതലൊന്നും പറയണ്ട, നമ്മൾ 2 പേരും ഒരുമിച്ച് തീരുമാനിച്ചിട്ടാണ് ഈ 2 മണിക്കൂർ നീട്ടിക്കൊടുത്തതെന്ന്. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് മദ്യ മുതലാളിമാരുടെയും ബാർ മുതലാളിമാരുടെയും പണം കൊണ്ടാണ് UDF-ഉം LDF-ഉം CPM-ഉം കോൺഗ്രസും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. ഇതിനും ഇവര് കൂട്ടുകച്ചോട, ഇതും ഇവര് വീതം വെപ്പ. എല്ലാറ്റിലും വീതം വെപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ശബരിമലയുടെ കാര്യത്തിൽ മാത്രം തീരുമാനം വന്നില്ല. ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ആചാര സംരക്ഷണത്തിന് അനുകൂലമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഏതറ്റം വരെ പോകണമെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയും NDAയും തയ്യാറാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല, ഇവരിൽ നിന്ന് നമ്മൾ വേറൊന്നും പ്രതീക്ഷിക്കണ്ട. കാരണം ഇവർ വിശ്വാസത്തിനെതിരാ. CPM വിശ്വാസികൾക്കുമെതിരാ. അറിയോ, പണ്ട് ഒരു പ്ലീനം നടത്തിയിരുന്നു പാലക്കാട്ട്. എന്താ പ്ലീനത്തിൽ പറഞ്ഞെന്നറിയോ? മെമ്പർഷിപ്പുള്ള ഒരു സഖാവും ശബരിമലയിൽ പോകാൻ പാടില്ല, കറപ്പെടുക്കാൻ പാടില്ല, മാലയിടാൻ പാടില്ല. എവിടെ മെമ്പർഷിപ്പുള്ള സഖാക്കന്മാർക്ക് വിലക്ക്? എവിടെ മാത്ര? ഹിന്ദു ആരാധനാലയങ്ങളിൽ മാത്രമാ. അതേസമയം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ നിസ്കരിക്കാൻ പ്രത്യേക സംവിധാനമുണ്ട്. എത്രമാത്രം ഹിന്ദു വിരുദ്ധ നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത്? ഇത് പരസ്യമാണ്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവർ വിശ്വാസത്തിനെതിരാ, വിശ്വാസികൾക്കെതിരാ. പാർട്ടിക്ക് അഭിമാനത്തോടുകൂടി മാലയണിഞ്ഞുകൊണ്ട്, മാലയിട്ടുകൊണ്ട് 41 ദിവസത്തെ വ്രതമെടുത്ത്
ഒരു പാർട്ടി സഖാവിനും ശബരിമലയിൽ പോകാൻ പ്രിയമുള്ളവരെ അനുവാദമില്ല. പിന്നെയോ ഇപ്പൊ ചെയ്യുന്നത് എന്താ? തലയിൽ മുണ്ടൂട്ടിട്ടാണ് പല ആൾക്കാരും ഇപ്പോൾ ഈ CPM നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ശബരിമലയിൽ പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചത്, ഇവർ വിശ്വാസത്തിനെതിരാണ്, ഇവർ വിശ്വാസികൾക്കെതിരാണ്. അതുകൊണ്ടാണ് ശബരിമലയിൽ നട തുറക്കുന്ന സമയത്ത് കൈകൂപ്പി നിൽക്കുന്ന മന്ത്രിയെയല്ല നമ്മൾ കണ്ടത്, കയ്യും കെട്ടി നിൽക്കുന്ന മന്ത്രിയെയാണ് നമുക്ക് ദർശിക്കാൻ സാധിച്ചത്. അത് വാസവനായാലും അത് കടകംപള്ളി സുരേന്ദ്രനായാലും ഒന്ന് കൈകൂപ്പാൻ അവർക്ക് മനസ്സില്ല. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് മുന്നിൽ, ശബരിമല ധർമ്മശാസ്താവിന് മുന്നിൽ കൈകൂപ്പാൻ മനസ്സില്ലാത്ത ഈ ഏമാനന്മാർ എന്തിനാണ് ദേവസ്വത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്? അന്തസ്സോടും അഭിമാനത്തോടും കൂടി പറയാൻ പറ്റില്ലേ, ഞങ്ങൾക്ക് ശബരിമലയിലും വിശ്വാസമില്ല, ഞങ്ങൾക്ക് ദൈവത്തിലും വിശ്വാസമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ദേവസ്വവും വേണ്ട? ഇല്ല, അങ്ങനെയില്ല. എന്താ കാരണം? അയ്യപ്പനിൽ വിശ്വാസമില്ല, അയ്യപ്പ വിശ്വാസികളോടും താല്പര്യമില്ല, പക്ഷേ ശബരിമലയിലെ സ്വർണത്തോട് വിശ്വാസമുണ്ട്. ശബരിമലയിലെ സ്വർണത്തോട് വിശ്വാസമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്ക്, 6 മാസമായി ശബരിമല സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് വാർത്ത വന്നിട്ട് എത്ര കിലോഗ്രാം സ്വർണമാണ് ഇവർ കൊള്ളയടിച്ചത്? ധർമ്മശാസ്ത്ര അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ കൈ കൂപ്പി നിൽക്കാൻ തയ്യാറാകാത്ത, കൈയും കെട്ടി നിന്ന മന്ത്രിമുഖന്മാരാണ് ശബരിമലയിലെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണങ്ങള് കവർച്ച ചെയ്യാൻ കൂട്ടുനിന്നത്. ഞാൻ ചോദിക്കട്ടെ, നോക്കുങ്ങൾ വിചിത്രം. എത്ര ആദ്യം പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നപ്പോ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇപ്പൊ എത്ര കിലോ സ്വർണം മോഷ്ടിക്കപ്പെട്ടത് എന്ന്, കൊള്ളയടിച്ചത് എന്നുള്ള കണക്ക് മൊത്തമായി പുറത്തു വന്നിട്ടില്ല. ഞാൻ സൂചിപ്പിക്കുന്ന എത്ര കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് മോഷ്ടിച്ചത്. അത് ദ്വാരപാലക ശില്പത്തിന്റെ കാര്യത്തിലായാലും ശരി, അത് കട്ടിലപ്പാളിയുടെ കാര്യത്തിലായാലും മറ്റേതിന്റെ കാര്യത്തിലായാലും ശരി, ഇപ്പൊ 450 കിലോ 550 കിലോ 1000 കിലോ എന്നൊക്കെ വരുമെന്നാ പറയുന്നത്. മാത്രമല്ല, ഈ കട്ടിലപ്പാളിയുടെയും ദ്വാരപാലക ശില്പത്തിന്റെയും മാത്രമല്ല, ഇപ്പൊ പറയുന്നത് അവിടുത്തെ കൊടിമര നിർമ്മാണത്തിലും, കൊടിമരത്തിന് പോലും ഇവർ കൊള്ളയടിച്ചു എന്നാ. കൊടിമര നിർമ്മാണത്തില് നോക്കണം നിങ്ങൾ. അതിലാരൊക്കെ ഇപ്പൊ 2 പേര് അറസ്റ്റ് ചെയ്തവരാരാ? CPMന്റെ, നമ്മുടെ സൂരജിന്റെ ജില്ലയിലെ CPM നേതാവായിട്ടുള്ള പത്മകുമാർ, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറാ അകത്ത. അതുപോലെ തന്നെ മറ്റൊരു വാസു അകത്ത. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ടത് അറസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്ക്, നേരിട്ട് എല്ലാ തെളിവുകളും അടിസ്ഥാനത്തിൽ ജയിലടക്കപ്പെട്ട ഈ 2 പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ട് ഇതുവരെ CPM ഒരച്ചടക്ക നടപടിയെടുത്തില്ല. ഒരു ലോക്കൽ കമ്മിറ്റിയിലേക്കും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കും തരം താഴ്ത്തിയില്ല. അതിന്റെ അർത്ഥം എന്താ? പാർട്ടിയുടെ അറിവോടും അനുമാനത്തോടും കൂടിയാണ് ശബരിമലയിലെ സ്വർണം CPM നേതൃത്വം കൊള്ളയടിച്ചത് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമല്ലേ? സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി പറയും, എന്തെങ്കിലും ആരോപണം വന്നാൽ ഞങ്ങൾ അന്വേഷിക്കും, നടപടിയെടുക്കും, ശിക്ഷിക്കും. ശിക്ഷ എന്ന് പറഞ്ഞാൽ ഏരിയന്ന് ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ ലോക്കലിലേക്ക് അവരുടെ ശിക്ഷ. എന്നാൽ അങ്ങനെയെങ്കിലും ഒരു ശിക്ഷ ഈ പത്മകുമാറിനും വാസുവിനും കൊടുക്കാൻ എന്തുകൊണ്ടാണ് CPM നേതൃത്വം തയ്യാറാകാതിരുന്നത്? എന്തുകൊണ്ടാണ് തയ്യാറാകാതിരുന്നത്? അതായത് ജയിലിൽ കിടന്ന പത്മകുമാറിനെയും വാസുവിനെയും CPM നേതൃത്വം, CPMന്റെ മന്ത്രിമാർ, CPMന്റെ നേതാക്കന്മാർ പ്രിയമുള്ളവരെ ഭയക്കുകയാണ്. പത്മകുമാറിനെ പുറത്താക്കിയാൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള CPM നേതാക്കന്മാരുടെ പേരുകൾ പുറത്തു വരും. മാത്രമല്ല, ഒരുപക്ഷെ അന്വേഷണം ക്ലിഫ് ഹൗസിലേക്ക് വരെ നീളുമെന്ന് കണ്ടതുകൊണ്ടാണ് ഒരു നടപടി എടുക്കാതിരുന്നത്. ശരിയല്ലേ? ഇത് മാത്രമല്ല, ഇപ്പൊ അന്വേഷണം നടത്തുന്നത് ആരാ? SIT. രേഖാമൂലമുള്ള നിർദ്ദേശം SITക്ക് കിട്ടുന്നത് ഹൈക്കോടതിയിൽ നിന്നാണ്. പക്ഷേ യഥാർത്ഥ നിർദ്ദേശം വരുന്നത് പിണറായി വിജയന്റെ ആഫീസിൽ നിന്നാണ്, ആഭ്യന്തരമന്ത്രിയുടെ ആഫീസിൽ നിന്നാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മന്ത്രിയെ ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള
മന്ത്രിയെ ചോദ്യം ചെയ്തു. എല്ലാ തെളിവുകളും ലഭിച്ചു. പക്ഷേ അറസ്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാതിരുന്നത്? പക്ഷേ തെളിവുകളുള്ള ഈ സ്വർണ്ണക്കൊള്ളയിൽ തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ള പ്രതിയാണെന്ന് ഉറപ്പിച്ച മന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത SIT, പ്രിയമുള്ളവരെ, തന്ത്രിയെയാണ് അറസ്റ്റ് ചെയ്തത്. തന്ത്രിയെ ഞങ്ങൾ പറഞ്ഞു നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷെ ഏറ്റവും ഒടുവിൽ കൊല്ലം വിജിലൻസ് കോടതി പറഞ്ഞത് എന്താ പറഞ്ഞത്? തന്ത്രിയുടെ പേരിൽ ഒരു തന്ത്രി കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ ഒരു തെളിവ് പോലും SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്ത്രി നിരപരാധിയാണെന്ന് പറഞ്ഞത് ബന്ധപ്പെട്ട കോടതിയാ. ഞാൻ ചോദിക്കട്ടെ, എന്നിട്ടെന്താ പറയുന്നത്? ആ കോടതി വിധി അംഗീകരിക്കുന്നതിന് പകരം CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് തന്ത്രി പെരുങ്കള്ളനാണെന്നാ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട കോടതി, കൊല്ലത്തെ വിജിലൻസ് കോടതി, തന്ത്രിയുടെ പേരിൽ ഒരു തെളിവുമില്ല എന്നും തന്ത്രി നിരപരാധിയാണെന്നും വിധിച്ച സാഹചര്യത്തിൽ ഞങ്ങൾ പറയുന്നു, പിണറായി വിജയൻ അതുപോലെ ഗോവിന്ദൻ മാഷ് ഒരു കാര്യം മനസ്സിലാക്കണം. തന്ത്രിയല്ല പെരുങ്കള്ളൻ, മറിച്ച് മന്ത്രിയാണ് പെരുങ്കള്ളൻ, മന്ത്രിമാരാണ് പെരുങ്കള്ളന്മാർ, CPM നേതാക്കന്മാരാണ് പെരുങ്കള്ളന്മാരെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. ഈ പെരുങ്കള്ളന്മാരെ ഇടത്തും വലത്തും ഇരുത്തിയിട്ടാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത് കോടതി തെളിവില്ലെന്ന് പറഞ്ഞ തന്ത്രി പെരുങ്കള്ളനാണെന്ന്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇവിടെ ഈ ശബരിമലയിലെ തന്ത്രി നമ്മുടെ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് കോടതിയാണ് എല്ലാ കാര്യത്തിലും നിരപരാധിയാണോ അപരാധിയാണോ തെളിയിക്കേണ്ടത്. പക്ഷെ കോടതിയാണ് നിരപരാധിയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഗോവിന്ദൻ മാഷുടെ പെരുങ്കള്ളൻ എന്നുള്ള പ്രയോഗമുണ്ടല്ലോ, ആ പ്രയോഗവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു പുരോഹിതന്മാർക്കെതിരായിട്ട് മാത്രമാണ് CPM നേതാക്കന്മാർക്ക് പ്രയോഗിക്കാൻ സാധിക്കുക. മറ്റേതെങ്കിലും ഒരു മതത്തിന്റെ ആചാര്യന്മാർക്കെതിരായിട്ട് ഇതുപോലെ പരാമർശനം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് കേരളം കത്തിക്കാളുമായിരുന്നു, ഇല്ലേ? നിങ്ങളുടെ ഹിന്ദു വിരുദ്ധ നിലപാടിന്റെ മറ്റൊരു ഉദാഹരണമാണ് പ്രിയമുള്ളവരെ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. MP രാജേഷ് പറഞ്ഞു തന്ത്രിക്ക് പ്രത്യേകമായ പരിഗണനയൊന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു പരിഗണന കൊടുക്കണം ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല. അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും ഈ വേദിയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഈ സുപ്രീം കോടതി കഴിഞ്ഞ 2 ദിവസമായിട്ട് 2 സുപ്രധാനമായ പരാമർശങ്ങൾ ശബരിമലയെക്കുറിച്ച് നടത്തുകയുണ്ടായി. ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന, പ്രിയമുള്ളവരെ, അതായത് ഇനി എന്തെങ്കിലും ശബരിമലയിൽ ബാക്കിയുണ്ടോ എന്നുള്ളതാണ്. ഇന്നലെ സുപ്രീം കോടതി ചോദിച്ചതാ, ഇനി ശബരിമലയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഈ ചോദ്യം ആരോടാണ്? ഈ ചോദ്യം കേരളത്തിലെ മുഖ്യമന്ത്രിയോടാണ്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവോടാണ് സുപ്രീം കോടതി ചോദിച്ചത്. അതിനു മുമ്പ് സുപ്രീം കോടതി പറഞ്ഞത് ശബരിമലയെ തട്ടുകടയേക്കാൾ തരം താഴ്ത്തി എന്നുള്ളതാണ്. നോക്കൂ, ഇത് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരെ അവർക്ക് അവഹേളനമുണ്ടാകുന്നതല്ലേ ഇത്? ഈ ഒരു സാഹചര്യം ശബരിമലയിൽ സൃഷ്ടിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, LDF ആണ്, കോൺഗ്രസ് ആണ്, UDF സർക്കാരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മാർക്സിസ്റ്റ് കോൺഗ്രസ് കുറുവാ സംഘത്തിന് ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധമുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ്. ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ അറിയണം, 600 പേർ പങ്കെടുത്ത പമ്പ അയ്യപ്പ സംഗമം
ആ സംഗമത്തിന് ഇപ്പൊ 11 കോടി ചെലവായി എന്നാ പറയുന്നത്. സെപ്റ്റംബർ മാസമാണ് ഈ സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് LDF സർക്കാർ പമ്പയിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. ഇതിന് 11 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഹൈക്കോടതി, സുപ്രീം കോടതി, ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചിട്ടില്ല, അവിടെ സമർപ്പിച്ചിട്ടില്ല. 5 മാസമായി പരിപാടി നടന്നിട്ട് ഒരു ദിവസത്തെ പരിപാടിയാ, 600 പേർ പങ്കെടുത്ത പരിപാടിയാ. 5 മാസമായിട്ടും അവിടെ കണക്ക് ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ മണ്ഡല മകര വിളക്ക് കാലത്തുള്ള കണക്ക് അവതരിപ്പിക്കാൻ ഇവർക്ക് എത്ര വർഷങ്ങൾ വേണ്ടി വരും? കഴിഞ്ഞ 20 കൊല്ലമായിട്ട് അവിടെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് 600 പേർ പങ്കെടുത്ത പരിപാടിക്കാണ് 11 കോടി ചെലവ്. ഇതെവിടെ നിന്നാണ് എടുത്തത്? ഞാനും നിങ്ങൾ കൊടുക്കുന്ന കാണിക്കപ്പണത്തിൽ നിന്ന്. ഈ 600 പേരെ പാർപ്പിച്ചത് കുമരകത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലില്ല, മൂന്നാറിലെ പഞ്ചനക്ഷത്ര ഹോട്ടലില്ല. കുമരകത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ജീവനക്കാർ പറയുന്നു ഈ വന്ന ആളുകള്, ഈ സംഗമത്തിന് വന്ന ആളുകള് കുടിച്ച് കൂത്താടുകയായിരുന്നു എന്നുള്ളതാണ്. ആ ബില്ല് ആരുടെ ബില്ല? ആ പൈസ ആരാ കൊടുത്തത്? ദേവസ്വ കൊടുത്തത്. അതായി ഞാനും നിങ്ങളും കൊടുക്കുന്ന കാണിക്കപ്പണം ഇവർക്ക് കുടിച്ച് കൂത്താടാൻ ചെലവഴിക്കുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. ഇത് ശബരിമല ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ മാത്രമല്ലേ നടക്കൂ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസം സംരക്ഷിക്കണമെങ്കിൽ, ആചാരം സംരക്ഷിക്കണമെങ്കിൽ, ശബരിമലയെ നിലനിൽക്കണമെങ്കിൽ ഒരു മാർക്സിസ്റ്റ് മുക്ത കേരളം, കോൺഗ്രസ് മുക്ത കേരളം മാത്രമല്ല, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരങ്ങളിലേക്ക് കേരളത്തിന്റെ അധികാരം ഏൽപ്പിക്കുന്നതിലൂടെ മാത്രമേ പ്രിയമുള്ളവരെ നമ്മുടെ വികസനവും വിശ്വാസ സംരക്ഷണവും നടക്കുകയുള്ളൂ. അതിനു വേണ്ടിയുള്ള സമയമാണ് സമാഗതമായിരിക്കുന്നത്. ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾ പറയുന്നു, മാറാത്തത് മാറും എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പുതിയ മാറ്റത്തിന് വേണ്ടിയിട്ട് അനുകൂലമായി പ്രവർത്തിക്കാൻ, അത്തരമൊരു ജനമതി ഉണ്ടാകാൻ പരിശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. ശ്രീ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന NDAയുടെ പടയാളികൾ സദസ്സിലെ വിശ്വാസ സമൂഹം, വിശ്വാസ ആചാര അവകാശങ്ങൾക്ക് വേണ്ടി ആധ്യാത്മികമായ പോരാട്ടം നടക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം ഇന്ന് ഈ സദസ്സിലുണ്ടെങ്കിൽ അതിലെ അവസാനത്തെ പോരാളി അടക്കം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശബരിമലയെ സംബന്ധിച്ചും അത് ഉയർത്തുന്ന രാഷ്ട്രീയത്തെ സംബന്ധിച്ചും 2017 മുതൽ 18 ഒരു പൊള്ളയായ തീരുമാനം, കരുണയില്ലാത്ത തീരുമാനം, ഉത്തരവാദിത്വമില്ലാത്ത തീരുമാനം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ കൈക്കൊണ്ടതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ സാമൂഹികമായ അസ്വസ്ഥത, അവകാശലംഘനം, ഇതിൻ്റെ ഒക്കെ തുടക്കം കുറിക്കുന്നത് 2017 പക്ഷെ ആ നീക്കങ്ങളൊക്കെ രാഷ്ട്രീയപരമായി തന്നെ മൂടിവെച്ച് കൊണ്ട് നടന്ന അവസാനം 2018 നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അതിൻ്റെ മുറിവിന്നും ഉണങ്ങിയിട്ടില്ല. അതിനെതിരെയുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ പടനീക്കം
അതെന്നും തളർന്നിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ലക്ഷണമാണ് ഈ ജനസഞ്ചയം. ഞാൻ നമിക്കുന്നു നിങ്ങളെ. ഇതിന് രണ്ട് വശങ്ങളുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് ഇന്നും തുടരുന്ന അതേ കിരാത ഭരണത്തിൻ്റെ ദുഷ്ടലാക്കുകൾ നിരന്തരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും ഉത്തരവാദപ്പെട്ട ഒരു പ്രതിപക്ഷത്തിന് ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ട് തന്നെ വിശ്വാസ സമൂഹത്തെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ പോരായ്മ അത് ജനങ്ങൾ മനസ്സിലാക്കണം. എല്ലാ മതത്തിലും വിശ്വാസികളുണ്ട്. എല്ലാ മതത്തിലെയും വിശ്വാസികൾക്ക് അവരുടെ ആചാര അവകാശങ്ങളുണ്ട്. അതും ചോദ്യം ചെയ്യുന്നവര് നിലയ്ക്ക് നിർത്തുന്ന ഒരു സംസ്ഥാനമെന്നാണ് അവകാശപ്പെടുന്നത് കേരളം എങ്കിൽ എന്തുകൊണ്ട് അയ്യന്റെ വിഷയത്തിൽ നമുക്കിന്നും യാതന അനുഭവിക്കേണ്ടി വരുന്നു? ഇവിടെ സന്ദീപ് വാചസ്പതിയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർജിയും ഒക്കെ അതിനെ സംബന്ധിച്ച് 3000 പേരുടെ നേരെയുള്ള കേസുകൾ, ഇത് ഇന്നും ഒരു SITക്കോ കോടതിയുടെ ഇത്രയും ശക്തമായ ഇടപെടലുണ്ടായിട്ടും കുറ്റവാളികൾ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നവരെല്ലാം ഇന്ന് അവരുടെ ഗേഹങ്ങളിൽ കഴിയുന്നുവെങ്കിൽ അതിനൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരവസ്ഥയുണ്ടെങ്കിൽ ചോദിക്കും, പറയും, വേണ്ടത് ചെയ്തിരിക്കും എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തിയായ NDA സഖ്യത്തിനും എൻ്റെ പ്രണാമം. ഇത് ഇന്നത്തെ ഈ വിശ്വാസ ജനസഭയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്. മറ്റൊരു ലക്ഷ്യം, അതിനെക്കുറിച്ചാണ് ഞാനിന്ന് ഒരുപക്ഷെ ഒരു ആവേശം പിടിപ്പിക്കുന്ന, നിങ്ങളെല്ലാം ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്ന ഒരു പ്രസംഗത്തിനല്ല ഞാൻ തയ്യാറെടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ആധ്യാത്മിക വശത്തിന് പിന്തുണയേകുന്നതിന്, ഒരുപക്ഷെ എനിക്കറിയാം ഇന്നിവിടെ വന്നിരിക്കുന്ന ഈ ഒരു പ്രകടനം കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തിൽ വിവിധ രാഷ്ട്രീയ പക്ഷങ്ങളിൽപ്പെടുന്നവരുണ്ട്, പിന്തുണയ്ക്കുന്നവരുണ്ട്. പക്ഷേ അവരെല്ലാം കൈവശപ്പെടുത്തി വച്ചിരിക്കുന്ന, അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികൾ, മാർക്സിസ്റ്റ് പാർട്ടി അടക്കം കോൺഗ്രസ് അടക്കം മനസ്സിലാക്കേണ്ടത് അവരൊന്നും ഞങ്ങളുടെ അയ്യന് മേലെ അല്ല. അയ്യൻ ശരണം, ഇത് വ്യക്തമായി എന്ന് ശ്രീമാൻ പിണറായി വിജയൻ നയിക്കുന്ന കേരള ഗവൺമെൻറ് മനസ്സിലാക്കുന്നുവോ? ഉറപ്പായിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വഴിക്ക് അദ്ദേഹത്തിന് പുതിയ അന്വേഷണത്തിൻ്റെ വഴി തെളിക്കാനുള്ള സൂചന അതിലുണ്ട് എന്നുകൂടി അദ്ദേഹം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാവണം നമ്മുടെ ജനകീയ സമര മുന്നേറ്റം ഇനി ഉണ്ടാവേണ്ടത്. അതിന് പ്രാർത്ഥന മാത്രമാണ് മാർഗം. ഞാനിത് നമ്മുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ നിതിൻ നബീൻ ജിയോട് ഒരു ഡിസംബർ 31 എൻ്റെ ഓർമ്മ. മണ്ഡലകാലത്തിനിടയ്ക്ക് തന്നെയാണ്, മകരവിളക്കിന് മുമ്പ് കുമ്മനം രാജേട്ടൻ നയിച്ച ഒരു അയ്യപ്പൻ വിളക്ക് കേരളത്തിൽ ഒരു വലിയ ചങ്ങലയാണ് തീർത്തത്. വൈകാരികമായിട്ട് അത് വലിയ പിന്തുണ കേരളത്തിൽ ഒരു വലിയ ചങ്ങല ശബരിമല തീർത്ഥാടകർക്കും വിശ്വാസികൾക്കും അത് പകർന്ന് നൽകിയത്. അതിനൊരു കാലം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ വന്നണഞ്ഞിരിക്കുന്ന
നിർണായകമായ ഒരു ഘട്ടത്തിൽ വന്നണഞ്ഞിരിക്കുന്ന നമുക്ക് നഗരവിളക്കിന് ചെയ്യാൻ സാധിച്ചില്ല, മണ്ഡലവിളക്കിന് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അയ്യന്റെ ജന്മദിനത്തിൽ പങ്കുനി ഉത്രത്തിൻ്റെ അന്ന് വിശ്വാസികളെ നശിപ്പിക്കാൻ മുതിർന്നവർക്കുള്ള ചിതയൊരുക്കുന്ന അഗ്നിയാണെന്ന് ഈ ലോകത്തോട് നമുക്ക് വിളിച്ചു പറയുവാൻ സാധിക്കണം. വളരെ വൈകാരികമായ ഒരു ഇടപെടൽ ജനസമൂഹത്തിന് ഇതിൽ വേണം. ആ ജനസമൂഹത്തിൻ്റെ വൈകാരികമായ നിർവഹണത്തിന് ഭാരതീയ ജനതാ പാർട്ടിയും NDA സഖ്യം മുന്നിട്ടിറങ്ങണമെങ്കിൽ അതിന് തയ്യാറാണ് എന്ന് പറയുന്ന ഒരു സംയോജനമാണ് നിങ്ങൾ ഈ വേദിയിലെ ഈ രണ്ട് ഉദ്ദേശങ്ങളുടെയും പേരിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളമാകെ ഇത് തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലങ്കാനയിലും കർണാടകത്തിലും ഏപ്രിൽ 1-ാം തീയതി അയ്യൻ ജന്മ ജ്യോതി തെളിയും. കേരളത്തിലെ ഈ ദീപപ്രഭ മകരവിളക്കിൻ്റെ പ്രഭ പോലെ ലോകം മുഴുവൻ തെളിഞ്ഞ് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തുടക്കം കുറിക്കുന്നതാണ് രണ്ടാമത്തെ ഉദ്ദേശമായി ഒരുപക്ഷെ ഈ വേദിയിൽ നമ്മൾ ഇനി തുടങ്ങി വയ്ക്കുവാൻ പോകുന്നത്. എൻ്റെ അയ്യപ്പ വിശ്വാസമെന്ന് പറയുന്നത് 2014 നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷമുള്ള വിശ്വാസമല്ല. 1973 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ ആദ്യമായിട്ട് ശബരിമല പുണ്യഭൂമിയിൽ കാലുകുത്തുന്നത് 1973 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതിനുശേഷം 50-ന് മേലെ തവണ മല ചവിട്ടിയിട്ടുള്ള പെരിയസ്വാമിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു അൻപ് സ്വാമിയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വൈകാരികമായി അതിനെ ജാതീയമായി വിമർശിച്ച കോമരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് മതേതരത്തിന് വേണ്ടി പോരാടുന്നവർ. ഇതാണ് ജീവിതത്തിലെ വൈരുദ്ധ്യം. നമ്മളതൊന്നും പക്ഷേ ശ്രദ്ധിക്കേണ്ടതില്ല. എൻ്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് ഞാൻ അയ്യനെ കാണുന്നത്. അയ്യൻ എന്ന് പറയുന്ന വിളിയിൽ, അയ്യപ്പനല്ല, അയ്യൻ എന്ന് പറയുന്ന വിളിയിൽ ആ ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് അത് ഓരോ മലയാളിയുടെയും അവകാശമാണ്. അതിനെയാണ് നിരന്തരമായി സ്വർണത്തിൻ്റെ പേരിലും ചെമ്പിൻ്റെ പേരിലും മറ്റെല്ലാ കാര്യങ്ങളിലും അവിടെ വീഴുന്ന കാണിക്ക പണത്തിൻ്റെ കാര്യത്തിലായാലും അത് ബഹുമാന്യനായ, ഞാനിത് പറയണമെന്ന് ഉദ്ദേശിക്കുന്നതല്ല എങ്കിലും സൂചിപ്പിക്കണം, അവിടെ പമ്പയിലേക്ക് പുറന്തള്ളപ്പെടുന്ന മനുഷ്യ മാലിന്യത്തെ സംബന്ധിച്ച് എൻ്റെ സമുദായത്തിൻ്റെ ആദരണീയനായ നേതാവ് പറഞ്ഞ ചില വാക്കുകൾ അദ്ദേഹത്തിന് കൃത്യമായി അറിയുന്നതാണ്. പക്ഷേ അദ്ദേഹം ഒരു വ്യക്തമായ രാഷ്ട്രീയം അങ്ങ് മുന്നോട്ട് വെച്ചതാണോ എന്ന് മാത്രമേ ഞാൻ സംശയിക്കുന്നുള്ളൂ. ഇതൊക്കെ ആരാ ചെയ്യേണ്ടത്? ഇതിനൊക്കെ ആരാണ് വിശ്വാസികളിൽ നിന്ന് പണം ഇങ്ങനെ അങ്ങ് കൊയ്തെടുത്ത് വെച്ചിരിക്കുന്നത്? ഇതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം ഇത് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ? തെറ്റല്ല പറഞ്ഞത്. 2016 ശ്രീമതി വീണ ജോർജുമായി കേന്ദ്രത്തിൽ നിന്ന് വന്ന ഉമാഭാരതിജി നയിക്കുന്ന വാട്ടർ മാനേജ്മെന്റ് ടീം പത്തനംതിട്ടയിൽ അവലോകനത്തിന് വന്ന അവസരത്തിൽ അവരോടൊപ്പം ഈ പറയുന്ന സുവേജ് വേസ്റ്റ് വന്ന് ഭഗവാന്റെ ആറാട്ട് നടത്തുന്നതിന് വേണ്ടി കെട്ടിത്തിരിച്ചിട്ടുള്ള പമ്പയിലെ തന്നെ ഒരു കുളത്തിന് സമാനമായ കെട്ടിത്തിരിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രതലമുണ്ട്. അതിനും വടക്ക് വശത്താണ് ഇത് വന്ന് പുറന്തള്ളപ്പെടുന്നത്. പമ്പ ഒരിക്കലും തിരിഞ്ഞൊഴുകിയിട്ടില്ല, ഇനി തിരിഞ്ഞൊഴുകുകയുമില്ല എന്നുള്ളത് കൊണ്ട്
ഒരു കാരണവശാലും പമ്പയിൽ വന്ന് നീരാടുന്ന ഭക്തജനങ്ങൾക്കോ അയ്യനോ ഈ മാലിന്യമൊന്നും തൊടുകയില്ല, അതിൻ്റെ ഒരു അംശം പോലും ആ ജലത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഞാനിവിടെ വളരെ വ്യക്തമായി നിങ്ങളെ അറിയിക്കുകയാണ്. അങ്ങനെ ഒരു വേദന നമുക്ക് വേണ്ട. പക്ഷെ എങ്കിലും ഇതങ്ങനെ പമ്പയിലേക്ക് തള്ളപ്പെടേണ്ടതാണോ എന്നുള്ള വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം സംസ്ഥാന നേതൃത്വം ഇതിനെ സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും പദ്ധതി വരുന്നതിന് വേണ്ടി ഉള്ള ശ്രമം ഞാൻ നടത്തുമ്പോൾ ശക്തമായ പിന്തുണ ആ ആവശ്യത്തിലേക്ക് ഉണ്ടാവണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കത് NSSന് സമർപ്പിക്കാൻ സാധിക്കണം ആ വിജയം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതി കേരളത്തിലെ മുഴുവൻ വിശ്വാസികളുടെയും വീടുകളിൽ പറ്റിയാൽ കാലത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ വൈകുന്നേരം ഹരിവരാസനം ആലപിക്കുന്നത് വരെ ഉറപ്പായിട്ടും ഈ ചിരാത് തെളിഞ്ഞു നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ ദീപം കൊളുത്തേണ്ടിയിരുന്നത് കാസർഗോഡാണ്. പക്ഷേ രാജീവും സന്ദീപ് വാചസ്പതിയും കൂടാണ് തീരുമാനിച്ചത് ഇത് അയ്യപ്പൻ്റെ അപ്പൻ്റെ മണ്ണാണ് ചെങ്ങന്നൂർ, ഇതിവിടെ നിന്ന് തുടങ്ങണമെന്നുള്ളത് ആഗ്രഹിച്ചതും പ്രാവർത്തികമാക്കിയതും സന്ദീപ് വാചസ്പതിയും. അതിന് പൂർണ്ണമായ പിന്തുണയാണ് ശ്രീ രാജീവ് നൽകിയിട്ടുള്ളത്. ഞാനതിൽ വളരെ ഹൃദ്യമായി കണ്ണിൽ നനവണിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പദ്ധതിക്ക് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടും അനുഗ്രഹത്തോടും ഐശ്വര്യപൂർണമായ നിമിഷമായിരിക്കണം ഇതെന്ന് പ്രാർത്ഥനയോടെ ആദ്യ തിരി ഇവിടെ തെളിയിക്കുവാൻ പോകുന്നത്. എല്ലാ വിഷയങ്ങളിലും വളരെ അഡ്മിനിസ്ട്രേഷനിലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമോ അതിന് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനിടയ്ക്കാണ് ഈ ഏപ്രിൽ 1 വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ ഇടപെടൽ ആ ദിവസം വിശ്വാസ സമൂഹത്തിനിടയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത് വിശ്വാസികളുടെ അവകാശമായി, വിശ്വാസികളുടെ മാത്രം ആചാരമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അയ്യനെക്കുറിച്ച് സംസാരിക്കാൻ ഇനിയും നമുക്ക് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഒരുപാട് അവസരങ്ങളുണ്ടാവും. അയ്യൻ്റെ കാര്യത്തിൽ പുതിയ നിശ്ചയങ്ങൾ കുറിക്കുന്നതിന് നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ സാധിച്ചാൽ അതിനുള്ള വഴിയും അതിനുശേഷം ഒരുങ്ങുന്നതായിരിക്കും. നല്ല നിശ്ചയങ്ങളിലേക്ക് കേരളത്തിലെ സമ്മതിദായകർക്ക് എത്താൻ സാധിക്കണം എന്ന് പറയുന്ന പ്രാർത്ഥനയും ആ ദീപജ്യോതി തെളിഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടാവും. നാമജപം ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജനസഭ, വിശ്വാസ ജനസഭ ഇവിടെ തുടങ്ങി വെച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. ഈ വേദിയിൽ നിന്നും ദീപം പകർന്നതിന് ശേഷം മാത്രമേ സദസ്സിലുള്ളവർ ദീപം തെളിയിക്കാവൂ. ആരും അവിടെ നിന്ന് എഴുന്നേൽക്കരുത്. അടുത്തതായി നമ്മുടെ കേരളയെ കേരളമാക്കിയത് കേന്ദ്ര സർക്കാരിന് ആദരം അർപ്പിച്ചു. അടിമ മനസ്സിൽ നിന്ന് മോചിപ്പിച്ചത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയാണ്. അതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ്. കേരളയെ കേരളമാക്കിയ മോദിജിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു കേരള നടനം ഇവിടെ ആരംഭിക്കും. അതേ സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാവരും ഈ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആയിരങ്ങളെ സാക്ഷി നിർത്തി നരേന്ദ്രമോദിജിക്കും അതിനുവേണ്ടി ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയ BJPയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർകൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇവിടെ കേരളയെ കേരളമാക്കിയ കേന്ദ്ര സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്ലക്കാർഡുകൾ ഉയർത്തി അഭിവാദ്യം അർപ്പിക്കുകയാണ്.
പ്ലക്കാർഡുകൾ എല്ലാവരും ഒന്ന് താത്തു പിടിക്കണോ, അധികം ഉയർത്തി പിടിക്കരുത്, കാരണം പുറകിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. നമ്മളുടെ ഈ വേദിയിൽ വളരെ മനോഹരമായി കേരള നടനം അവതരിപ്പിച്ച അക്ഷിതയെ കേരളത്തിൻ്റെ മഹാനടൻ ശ്രീ സുരേഷ് ഗോപി ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർജിയും ആദരിക്കുകയാണ്. വളരെ മനോഹരമായി മിന്നൽ തിരുവാതിര അവതരിപ്പിച്ച ശ്രീപാർവതി ടീമിനെയും ഈ അവസരത്തിൽ സുരേഷ് ഗോപി അവർകളും ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും ആദരിക്കുന്നു. ഒരു നിറഞ്ഞ കൈയടി കൊടുക്കണം. വേദിയിൽ അയ്യപ്പ ജ്യോതി തെളിയുകയാണ്. അത് തെളിയിച്ചതിന് ശേഷം സദസ്സിലുള്ള എല്ലാവരും ശരണം വിളികളോടുകൂടിയിട്ട് ഈ അയ്യപ്പ ജ്യോതി നമുക്ക് ഒരുമിച്ച് തെളിയിക്കാം. ഈ കത്തിക്കുന്ന അയ്യപ്പ ജ്യോതി അന്ധകാരത്തിനെതിരെയുള്ള തീജ്വാലയായി ഉയരുമ്പോൾ കേരളത്തിൽ പുതിയൊരു ചരിത്രം രചിക്കപ്പെടുകയാണ്. പ്രതീക്ഷയുടെ ദേശീയ ജനാധിപത്യ സുഖം ഉയർത്തുന്ന ആ പ്രതീക്ഷയുടെ തിരുനാളമാണ് ഇവിടെ ഉയരുവാൻ വേണ്ടി പോകുന്നത്. ശരണം വിളികളോടെ അയ്യപ്പ ജ്യോതി തെളിയുകയാണ്. സ്വാമിയേ ഹരിഹര സുതനേ വില്ലാളി വീരനേ വീരമണി കണ്ഠനേ കർപ്പൂര പ്രിയനേ സ്വാമിയേ സ്വാമിയേ ഹരിഹര സുതനേ. ലൈറ്റ് ഓഫ് ചെയ്യും. സ്വാമിയേ ശരണം വിളികളോടെ സദസ്സിലുള്ള എല്ലാവരും അയ്യപ്പ ജ്യോതി തെളിയിക്കേണ്ടതാണ്. സ്വാമിയേ ഹരിഹര സുതനേ സ്വാമിയേ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ വില്ലാളി വീര ശരണം പൊന്നയ്യപ്പ വീരമണി കണ്ട ശരണം പൊന്നയ്യപ്പ സ്വാമിയേ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ കർപ്പൂര പ്രിയനേ ശരണം പൊന്നയ്യപ്പ സ്വാമിയേ ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ.
പ്രൗഢോജ്വലമായിട്ടുള്ള വിശ്വാസ ജനസഭയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ആലപ്പുഴ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ അനൂപിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മളുടെ ഈ കത്തിച്ച ദീപം മെഴുകുതിരി എല്ലാവരും കെടുത്തി വളരെ ശ്രദ്ധാപൂർവം മാത്രം അത് മാറ്റിവെക്കണം. താഴെ മാറ്റാനുള്ളത്, അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധാപൂർവം മാറ്റിവെക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്ന് വിശ്വാസികൾക്കായി നാം നടത്തിയ ഈ ജനസഭ ഒരു മഹാവിജയമായി തീർന്നിരിക്കുകയാണ്. ഈ സദസ്സിന് അധ്യക്ഷ പദവി അലങ്കരിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അവർക്ക് BJP സൗത്ത് ദേശീയ ജനാധിപത്യ സഖ്യം സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് മഹത്തായ ഈ സമ്മേളനം ഔപചാരികമായ ഈ ജനസഭ ഉദ്ഘാടനം ചെയ്ത മലയാളത്തിൻ്റെ മഹാനടനും കേന്ദ്രമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപി അവർക്ക് വളരെ ആദരപൂർവ്വം ഈ യോഗത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ PK കൃഷ്ണദാസ് ജി അവർക്ക് വളരെ ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി അവർക്ക് ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. സംസ്ഥാന ഭാരവാഹികൾ, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ, ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാരവാഹികൾ, പാർട്ടിയുടെ ബഹുമാനായ ജില്ലാ അധ്യക്ഷൻ ശ്രീ സന്ദീപ് വാചസ്പതി അടക്കം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന അഭ്യുദയകാംക്ഷികൾ, ഭക്തസഹസ്രങ്ങൾ, അയ്യപ്പ വിശ്വാസികൾ, വിശ്വാസത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി 1000 ദീപം ജ്വലിപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചേർന്ന എല്ലാ ദേശസ്നേഹികൾക്കുമുള്ള നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ യോഗം പിരിഞ്ഞു പോകുമ്പോൾ ഈ അഗ്നി ഒരു കാട്ടുതീയായി അഴിമതിക്കെതിരെയുള്ളൊരു ജ്വാലയായി മാറണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.